യു.എസ്. യെമനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഗസയിൽ ഇസ്രായേലും ആക്രമണവുമായി മുന്നോട്ടു പോയത്. യെമനിൽ അതിശക്തമായ ആക്രമണമാണ് യു.എസ്. നടത്തിയത്. യെമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് യു.എസ്. അവകാശപ്പെടുമ്പോഴും സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഹൂതികൾ ആരോപിക്കുന്നത്. മരിച്ചവരിലും പരിക്കേറ്റവരിലും നിരവധി സ്ത്രീകളും കുട്ടികളുമുണ്ട്. ചെങ്കടലിൽ ഹാരിസ് ട്രൂമാൻ യുദ്ധക്കപ്പലിൽ നിന്നാണ് യു.എസ്. യെമനിലേക്ക് ആക്രമണം നടത്തിയത്. പിന്നാലെ യുദ്ധക്കപ്പലിന് നേർക്ക് ഹൂതികൾ പലതവണ ആക്രമണം നടത്തി. അതായത് 72 മണിക്കൂറിൽ 4 തവണയാണ് യു.എസ്. യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ട് ഹൂതികളുടെ മിസൈലുകളും ഡ്രോണുകളും പറന്നത്. അതിനൊപ്പം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രായേലിലും അതിശക്തമായ ആക്രമണം ഹൂതികൾ നടത്തി. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ തലസ്ഥാനമായ ടെലവിവിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ടും ഹൂതികൾ ആക്രമണം നടത്തി. വ്യാഴാഴ്ച രാവിലെയാണ് എയർപോർട്ട് ആക്രമിച്ചത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് എയർപോർട്ട് ആക്രമിച്ചതെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ടെലവിവിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ട് മിസൈൽ സേന സൈനിക ആക്രമണം നടത്തി. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ആക്രമണം വിജയകരമായിരുന്നു. ഹൂതി സൈനിക വക്താവ് യഹിയ സാരി പ്രസ്താവനയിൽ അറിയിച്ചു. അതിനിടെ ചെങ്കടലിൽ യു.എസ്. ട്രൂമാൻ യുദ്ധക്കപ്പലിന് നേരെ വീണ്ടും ഹൂതികൾ ആക്രമണം നടത്തി. ഇത് 5ാം തവണയാണ് യമൻ സായുധ ഗ്രൂപ്പ് യു.എസ്. യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം നടത്തിയത്. വടക്കൻ ചെങ്കടലിലാണ് യു.എസ്. യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. നിരവധി ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും ഹൂതികൾ അവകാശപ്പെട്ടു. ശനിയാഴ്ച യമൻ തലസ്ഥാനമായ സാനയ്ക്കും നിരവധി വടക്കൻ പ്രവിശ്യകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് പകരമായാണ് തുടർച്ചയായി യുദ്ധക്കപ്പലിനെ ആക്രമിച്ചതെന്നും യഹിയ സാരി വ്യക്തമാക്കി. ഹൂതി ആക്രമണങ്ങളോട് യു.എസും ഇസ്രായേലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗസയിൽ വൻ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. 400-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പിന്നാലെ ഗസയുടെ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുന്നതായി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ടാർഗറ്റഡ് ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്നാണ് ഇസ്രായേൽ ഈ ആക്രമണങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര്. ഗസയുടെ പ്രദേശങ്ങൾ ഓരോന്നായി പിടിച്ചടക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യമായ IDF വ്യക്തമാക്കിയത്. വ്യോമാക്രമണം നടത്തിയതിൻ്റെ അടുത്ത ദിവസമായിരുന്നു ടാർഗറ്റഡ് ഗ്രൗണ്ട് ഓപ്പറേഷൻ IDF ആരംഭിച്ചത്. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മുഴുവൻ വിട്ടയക്കും വരെ യാതൊരുവിധ ചർച്ചയ്ക്കുമില്ലെന്നും ഗസ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. ഗസയെ വിഭജിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയുടെ ഒരു ഭാഗം മുഴുവൻ ഇസ്രായേൽ സൈന്യം തിരിച്ചുപിടിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഉപേക്ഷിക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണങ്ങൾ ഇനിയും കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇസ്രായേൽ ഹമാസിന് നൽകിയ മുന്നറിയിപ്പ്. ജനുവരിയിൽ ആരംഭിച്ച വെടിനിർത്തൽ പ്രകാരം ഇസ്രായേൽ സൈന്യം പിന്മാറിയിരുന്ന വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും വേർതിരിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയുടെ ഒരു ഭാഗമാണ് സൈന്യം ഇപ്പോൾ തിരിച്ചുപിടിച്ചത്. തെക്കൻ ഗസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ച ഇസ്രായേലിൻ്റെ നടപടി ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തേക്ക് മടങ്ങുമോ എന്ന ഭയം ഉയർത്തിയിരിക്കുകയാണ്. മാർച്ച് 18-ന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 400-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗസയിലെ കരസേനയുടെ മുന്നേറ്റം ഇസ്രായേൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറിയെന്നും വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയെന്നുമുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണെന്ന് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഹൗനു പറഞ്ഞു. മാർച്ച് 18-ലെ ബോംബാക്രമണത്തിന് ശേഷം ഹമാസിൻ്റെ റോക്കറ്റ് പ്രത്യാക്രമണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.